എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വിഷയം അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംസാരിക്കണമെന്ന് കുറേ ആലോചിച്ചാണ്. പിന്നെ എനിക്ക് ചില വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ എന്തോ എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അത് വേറെ ആരുമല്ല, രേണു സുധി, അതായത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഭയങ്കര നെഗറ്റീവാണ്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ, എനിക്ക് വരുന്ന ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരു ചാനലിരുന്ന് പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ഇന്ന് ദേഷ്യമാണ് വന്നത്. എങ്ങനെയാണെന്ന് ഇവർക്ക് നെഗറ്റീവ് വരുന്നത്? ഇവർ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കുന്നത് ഇതൊന്നും നെഗറ്റീവ് വരുന്ന കാര്യങ്ങളല്ല. കുറച്ച് പേരൊക്കെ പറയായിരിക്കും കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളെ നോക്കി ജീവിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഈ യൂട്യൂബുകാർ തന്നെ തമ്പനയിലൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ ഇത് വീഡിയോ കാണാതെ ഇവരെന്താണ് പറയുന്നത് പോലും കേൾക്കാതെ ചിലപ്പോൾ ഇവരെ തെറി വിളിച്ചെന്ന് വരും. അങ്ങനെയുള്ള തെറിവിളികളൊക്കെ വരുള്ളൂ, അല്ലാതെ ആരും ഇവർ വേറെ കല്യാണം കഴിച്ചാലോ വേറൊരു ജീവിതത്തിലേക്ക് പോയാലൊന്നും, മക്കളെ കിട്ടച്ചു പോയാൽ ചിലപ്പോൾ ആളുകൾ തെറി വിളിച്ചെന്ന് വരും, അല്ലാതെ ആരും തെറി വിളിക്കാൻ പോകത്തില്ല. അത് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുക. കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എല്ലാവരും പറയുക. മഞ്ജു വാര്യർ പോലും രണ്ടാമതൊരു വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷെ ഇവർ ഈ നെഗറ്റീവ് എനിക്ക് വന്നോട്ടെ അല്ലെങ്കിൽ എനിക്ക് വരും, എനിക്ക് അതൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഇവർ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ട്. ഇവർക്ക് അഭിനയിക്കാൻ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ. പക്ഷെ അവർ എൻ്റെ ജീവിതമാർഗ്ഗമാണെന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ജീവിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇങ്ങനെ ഫോട്ടോഷൂട്ട്, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ നാട്ടുകാരെ മുഴുവൻ, ഇവരെ സ്നേഹിക്കുന്നവരെ മുഴുവൻ പറ്റിക്കേണ്ട കാര്യമില്ല. ഇവരോടുള്ള സ്നേഹമെല്ലാം കൊല്ലം സുധിയോടുള്ള സ്നേഹമാണ്. ആളുകൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മളെ വിട്ടു പോയത്. ഞാനൊക്കെ രാത്രിയിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കാരണം കിടക്കുന്ന സമയത്തൊക്കെ ഇത് ഓൺ ചെയ്ത് വെച്ച് ഒരുപാട് കോമഡികൾ, പാഷാണ് ഷാജിയും കൊല്ലം സുധിയൊക്കെ ഉള്ള ഒരുപാട് കോമഡി സ്കിറ്റുകൾ ആ സമയത്ത് കാണുമായിരുന്നു കുറേ വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ മരിച്ചു പോയപ്പോൾ എല്ലാവർക്കും അങ്ങ് ഭയങ്കര സ്നേഹമായി, അല്ലെങ്കിൽ ഭയങ്കര സങ്കടമായി. ആ ഒരു സ്നേഹവും സങ്കടവും എല്ലാം ഇവരോട് നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയാലും ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ കൂടെ നിൽക്കും. അത് വളർന്ന് അത് വളർത്തിക്കൊണ്ട് വന്നാൽ ഇവർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ പോയി എന്നാ മറ്റേ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് ജീവിക്കാൻ ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ നാട് ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം കൊല്ലസ്ഥിതിയുള്ള സ്നേഹം ആളുകൾ അങ്ങനെ വിട്ടുകളയുന്നതല്ല. കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്, അവരൊക്കെ ആളുകൾ മറന്നു കളയുന്നതല്ല. പക്ഷെ ഇവരങ്ങ് വെറുപ്പിക്കുവാണ്, ആൾക്കാരെ അങ്ങ് വെറുപ്പിക്കുവാണ്. എനിക്ക് ചില ഇതൊക്കെ കാണുമ്പോൾ, ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങ് നമുക്ക് എന്തോ പോലെ തോന്നുവാണ്. അവരെന്താണ് ഇങ്ങനെ പറയുന്നത്? ഇത്ര അഹങ്കാരത്തോടെ എന്താണ് സംസാരിക്കുന്നത്? കൊലസ്തുതിയൊക്കെ ആളുകൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഒരുപാട് പേര് വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു ദുഃഖമാണ് ഹൃദയത്തിലേക്ക് തോന്നിയത്. അയ്യോ, ആ പുള്ളി മരിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഭാര്യ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാമല്ലോ. എത്രയോ പേര് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നു. ഒന്നും ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഒരു നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലാത്ത ആൾക്കാർ വരെ യൂട്യൂബ് ചാനൽ തുടങ്ങി രക്ഷപ്പെട്ടിട്ടില്ലേ. അപ്പം ഇത്രയും അറിയുന്ന നാട്ടുകാരും എന്താ പറയുക, നാടും രാജ്യങ്ങളൊക്കെ അറിയുന്ന രേണുസുധിക്ക് സാധിക്കും. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ ഫോട്ടോഷൂട്ട്, നാട്ടുകാരെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറ്റിച്ച് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിലിരുന്ന് കഞ്ഞിയും കറിയും വെച്ചാലും മതി. പിന്നെ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ആ പഴയ ആങ്കർ അല്ലെങ്കിൽ അവതാരിക, ആ മമ്മി, അല്ലെങ്കിൽ മമ്മി ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ടീമിനെ പോലെ എന്താ പറയുക, അങ്ങനെയുള്ള പറ്റീലുകളൊന്നും യൂട്യൂബിൽ ചെയ്യാതിരുന്ന അച്ഛൻ മതി. നല്ല നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റിക്കാതെ ഒക്കെ, നാട്ടുകാരെ പറ്റിക്കാതൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മോശമായിട്ടുള്ള കമ്പനിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിവിളി കേട്ടെന്ന് വരും. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ തെറി പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും വിഷയമല്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണ് തോന്നുന്നത്. എന്തിനാണ് അങ്ങനെ തെറി മേടിച്ച് കൂട്ടുന്നത്? എന്തിനാണ് അങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല,
ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ തയ്യാറാണെന്ന് അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ്? കൊല്ലം സുധിയുടെ ഭാര്യയാണ്, സിനിമാ നടനായിരുന്ന അദ്ദേഹം, ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ഇത്തരത്തിലൊക്കെ അങ്ങ് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാലും കുഴപ്പമില്ലെന്ന് പറയുന്നത് മോശമായ കാര്യമാണ്. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് ഇവിടെ. അപ്പൊ അഭിനയത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കതാണ് പറയാനുള്ളത്. സാധാരണക്കാർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടാം. ചില ചാനലുകളൊക്കെ പെട്ടെന്ന് പൊങ്ങി വരാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉല്ലസുധിയുടെ മോനോ അല്ലെങ്കിൽ ഉല്ലസുധിയുടെ ഭാര്യയൊക്കെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത് അത്യാവശ്യം റീച്ച് പെട്ടെന്ന് തന്നെ ആകും, ഇല്ലേ? അല്ലെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ ചാനലുകാരുണ്ടാവും, ഇല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ ലക്ഷങ്ങളൊക്കെ ആൾക്കാരുണ്ടാവും. അതൊക്കെ വിട്ടിട്ട് ഈ ഈ എന്താ പറയുക, പൊലിഞ്ഞ പാട്ടും ചെയ്ത് എനിക്കതൊക്കെ കാണും എന്താ പോലെ. ഞാൻ അതൊന്നും ശകലം വെച്ച് കണ്ടില്ല. എനിക്ക് ദേഷ്യമാണ് അവരതൊക്കെ കാണിക്കുന്നതാണ്. എന്തിനാണ് ഈ വക പരിപാടിക്ക് പോകുന്നത്? പിന്നെ കല്യാണം കഴിച്ചെന്നുള്ള ഫോട്ടോഷൂട്ടും നാട്ടുകാരെ പറ്റിക്കില്ല, എന്നിട്ടൊരുമാതിരി ഊമ്പിയ ഡയലോഗ്. നാട്ടുകാരെന്നെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. സാറിനെ എന്തെങ്കിലും പറഞ്ഞാൽ സാറിൻ്റെ വിഷയമാണെന്ന് വെച്ചു. ഇങ്ങനെയുള്ള ഭയങ്കര ഇടി വെട്ടുന്നത് ചിലപ്പോൾ ഞാൻ കരിഞ്ഞിരിക്കും, അതുകൊണ്ട് ഞാൻ പോവാണ്.